നാം ദൈവമക്കളായിരിക്കുന്നത് ഒരു വലിയ വലിയ ഭാഗ്യമാണ്. ദൈവമക്കളായിരിക്കുക എന്നുള്ളത്. ഞാൻ MBS എഞ്ചിനീയറിംഗ് കോളേജ് കുറ്റിപ്പുറം ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് എനിക്കൊരു കൊളീഗ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു എത്തീസ്റ്റ് ആയിരുന്നു. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി. ഞാൻ അദ്ദേഹത്തോടൊപ്പം പലപ്പോഴും ആ രീതിയിൽ ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യവും അദ്ദേഹം എന്റെ പ്രായമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ പലപ്പോഴും പറയാനായിട്ട് ശ്രമിക്കും. എന്നാലും അദ്ദേഹം ദൈവത്തിലുള്ള ആ ഒരു വിശ്വാസമോ ദൈവമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഞങ്ങളുടെ സംസാരത്തിനിടയിൽ എവിടെയോ പ്രതിസന്ധികളിൽ നാം കടന്നു പോകുമ്പോൾ, പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന്റെ മുമ്പിൽ ഈ നിരീശ്വരവാദിയായ എന്റെ സുഹൃത്തിന് അദ്ദേഹത്തിന് അടിപതറി എന്ന് പറയാം. അദ്ദേഹത്തിന് അതിനൊരു ഉത്തരവില്ല. ഒരു പ്രയാസം വന്നാൽ എന്ത് ചെയ്യും? അങ്ങനെ എനിക്ക് ഞാൻ ആ കോളേജിൽ നിന്നുമൊക്കെ മാറി കഴിഞ്ഞ 14 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വളരെ പ്രതിസന്ധിയിലൂടെ ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങൾ കടന്നു പോകേണ്ടി വന്നു. നിങ്ങളിൽ പഴയ ആളുകൾക്കൊക്കെ അറിയാം. എന്നാൽ പുതുതായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ചിലർക്ക് ആ കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞുകൂടാ. 2010 ഡിസംബറിൽ ഞങ്ങളുടെ 2 മക്കളാണ് ഞങ്ങൾക്കുള്ളത് എന്നാണ് നിങ്ങൾക്ക് അറിയാവുന്നത്. എന്നാൽ ഞങ്ങൾക്ക് ദൈവം 3 കുഞ്ഞുങ്ങളെയാണ് നൽകിയത്. ഞങ്ങളുടെ മൂത്ത മകൾ ഷെഖൈന 2010 ഡിസംബറിൽ അവള് 2011 മാർച്ചിലെ SSLC പരീക്ഷയ്ക്ക് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പുതുപ്പള്ളിയിൽ താമസിക്കുന്ന വീടിന്റെ മുറ്റത്തുള്ള ഒരു പുല്ലൊക്കെ പറിക്കാനൊക്കെ അവൾക്ക് സന്തോഷമാണ്. അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോ അവളുടെ കൈക്ക് വേദനയുണ്ട് എന്ന് പറഞ്ഞു. കൈക്ക് വേദന. അപ്പോ ഒരു വളരുന്ന 15 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഒരു കൈക്ക് വേദന വരുമ്പോ അതൊരു സാരമില്ല. ഞങ്ങള് ചില ദിവസങ്ങളിൽ നോക്കി, എന്നിട്ടും വേദനയുണ്ട്. അപ്പൊ പറഞ്ഞു എന്നാൽ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കാം. അപ്പൊ ഹോസ്പിറ്റലിൽ ഞങ്ങള് മന്ദിരം ആശുപത്രിയിൽ പോയി കാണിച്ചു. അപ്പോ ഡോക്ടർ പറഞ്ഞു അത് ഒരു ഓയിന്റ്മെന്റ് തന്നു. അത് സാരമില്ല, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പോകാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞു അത് എന്തെങ്കിലും കളിക്കുന്നതിന്റെ ആയിരിക്കും. എന്നാലും ഒരു എക്സ്റേ എടുത്ത് നോക്കാം. അപ്പോ അദ്ദേഹം എക്സ്റേ എടുത്ത ശേഷം അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു ഇത് കുറച്ച് ഗുരുതരമായ ഒരു പ്രശ്നമാണ്, നിങ്ങൾ ഉടനെ സ്കാൻ ചെയ്യണം, ഉടനെ നിങ്ങൾ വെല്ലൂരിൽ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തു. അപ്പോൾ പിന്നെ വെല്ലൂരിൽ പോയി. അതൊരു അഗ്രസീവ് ആയിട്ടുള്ള ബോൺ ക്യാൻസർ ആയിരുന്നു. ബോൺ ട്യൂമർ, ഓസ്റ്റിയോസാർക്കോമ എന്ന് പറയുന്ന പെട്ടെന്ന് പടരുന്ന ഒരു ക്യാൻസർ ആയിരുന്നു. അപ്പോ ഞങ്ങള് നവംബറിൽ ആ ഡിസംബറിൽ തന്നെ ഞങ്ങൾ അവിടെ വെല്ലൂരിലേക്ക് പോവുകയും വെല്ലൂരിൽ അവിടെ സർജറി, കൈയുടെ ബോൺ മാറ്റി കാലിൽ നിന്ന് ബോൺ എടുത്ത് അവിടെ വയ്ക്കുകയും സർജറിയും കീമോതെറാപ്പിയും ഒരു 16 വയസ്സുള്ള കുട്ടി കടന്നു പോകുന്ന, 15 വയസ്സുള്ള മകൾ കടന്നു പോകുന്ന തീവ്രമായ ഒരു ശോധന. നമ്മള് 1 പത്രോസ് 4-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ ഒരു ഫയറി ട്രയൽ, ഒരു തീവ്രമായ ശോധനയിലൂടെയാണ് അന്ന് ഞങ്ങൾ കടന്നു പോകുന്നത്. അന്ന് 2011 ജൂലൈ ഓഗസ്റ്റ് മാസമാണ്, സെപ്റ്റംബറിൽ ഞങ്ങൾ സുഖമായിട്ട് ഞങ്ങൾ തിരിച്ച് ഇവിടെ വന്നു. എന്നാൽ തുടർന്ന് വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്ത് നല്ല രീതിയിൽ സ്കൂളിലേക്കും തുടർന്നുള്ള പഠനവും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരു പിതാവെന്ന നിലയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2011 നവംബർ 8-ാം തീയതി പെട്ടെന്ന് ഒരു കോംപ്ലിക്കേഷൻ വരികയും അന്ന് രാത്രിയിൽ മോളെയും കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഹോസ്പിറ്റലിൽ അവിടെ ചെന്ന് ഈ രോഗത്തിൽ നിന്ന്
ഡിസംബറിലാണ് അവർക്ക് 16 വയസ്സ് തികയുക. 16 വയസ്സ് തികയുന്നതിന് മുമ്പ് നവംബർ 8-ാം തീയതി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. സോ നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് മുമ്പേ കടന്നു പോവുക എന്ന് പറയുന്നത് നമുക്ക് വളരെ തീവ്രമായ ഒരു ശോധനയാണ്, തീവ്രമായ ഒരു വേദനയാണ്. എന്നാൽ അതിന്റെ മധ്യത്തിൽ ഇതൊരു അഡ്വേഴ്സിറ്റിയുടെ ഈ ഒരു ബുദ്ധിമുട്ടിന്റെ, ഈ ഒരു പ്രയാസത്തിന്റെ, തീവ്രമായ വേദനയുടെ മധ്യത്തിൽ അപ്പോഴും ദൈവം ഞങ്ങളെ താങ്ങിയ സഭ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. സഭ അനേക സൗരിസ്വാന്മാർ അവര് ഈ നമ്മളെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശരീരത്തിന്റെ ഒരു വേദന ഉണ്ടാകുമ്പോൾ അവരെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ ദൈവം ശക്തീകരിച്ചു. എന്നെയും എന്റെ ഭാര്യയും ഇളയ കുഞ്ഞുങ്ങളെയും ദൈവം ശക്തീകരിച്ചു, ദൈവം ബലപ്പെടുത്തി. ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ അന്ന് തളർന്ന് താളടിയായി പോവാതെ അതിന്റെ മധ്യത്തിൽ അവിടെ ദൈവത്തിനുള്ള പ്രത്യാശയോടെ നിൽക്കുവാൻ കഴിഞ്ഞു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ സുഹൃത്ത്, നിരീശ്വരവാദിയായ ആ സുഹൃത്ത്, ഞങ്ങൾ ഈ ഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയുള്ള വേദനകളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം തന്നെയാണ് സന്തോഷിനെ ഇവിടെ ബലപ്പെടുത്തുന്നത്. അപ്പൊ നമുക്ക് ദൈവമക്കളായിരിക്കുന്നത് നമ്മെ സംബന്ധിച്ച് വളരെ വലിയ ഒരു പ്രത്യാശ നമുക്ക് നൽകുന്നതാണ്. ജീവിതത്തിലുള്ള പ്രതിസന്ധിയുടെ മധ്യത്തിൽ, ജീവിതത്തിന്റെ ക്ലേശങ്ങളുടെ മധ്യത്തിൽ, ബുദ്ധിമുട്ടുകളുടെ മധ്യത്തിൽ, അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ അവിടെ എന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ട്, എല്ലാ സ്നേഹം നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുവാനായിട്ട് കഴിയും. ദൈവം എന്നെ ശക്തീകരിക്കും, ദൈവം എന്നെ ബലപ്പെടുത്തും എന്നുള്ള ഒരു ഉറപ്പ് ദൈവമക്കൾക്ക്, ദൈവമകൻ, ദൈവമകൾക്ക് നമ്മുടെ ഹൃദയത്തിൽ ആഴമായിട്ട് നമുക്കുണ്ടാവാം. ഭൂമിയിലും ലോകത്ത് നമ്മൾ നടക്കുന്ന സംഭവങ്ങളെല്ലാം അതെല്ലാം ഇളകുന്നതാണ്. നമ്മള് എബ്രായ ലേഖനം അതിന്റെ അവസാനം ഇങ്ങനെ ഒരു വാക്യമുണ്ട്, 27-ാമത്തെ വാക്യം. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്ത നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. എല്ലാം ഇളകുന്നതാണ്. ആ ഇളകുന്നതിന്റെ മധ്യത്തിൽ ഇളകാത്തതായിട്ട് നിൽക്കുന്നത് എന്തുണ്ട്? ആരുടെ ഹൃദയത്തിലാണ് ഈ ഇളകാത്ത വിശ്വാസം നിൽക്കുക? എന്നിട്ട് അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറാൻ ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ദൈവമക്കൾക്ക് ഉള്ള ഒരു പ്രത്യാശയാണ് ഇളകാത്ത രാജ്യം. ഈ ഭൂമിയിലുള്ളതെല്ലാം ഇളകുമ്പോൾ, നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ, നമുക്ക് പ്രയാസങ്ങൾ നേരിടുമ്പോൾ, അപ്രതീക്ഷിതമായ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നവരായി ഉള്ള ഈ ദൈവമക്കൾക്ക് ഒരു പിതാവ് നമുക്കുള്ളതുകൊണ്ട്, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ഒരു ദൈവം നമുക്കുള്ളതുകൊണ്ട് നാം ഇളകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇളകാതെ നിൽക്കുവാൻ അവിടുന്ന് നമ്മുടെ കാലുകളെ ബലപ്പെടുത്തും, നമ്മുടെ പാദങ്ങളെ അവിടുന്ന് സ്ഥിരമാക്കും. പാറമേലിൽ നിർത്തി നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കുവാൻ അവിടത്തേക്ക് കഴിയും. ദൈവമക്കളുടെ ഒരു പ്രത്യാശയാണ്, ദൈവമക്കളുടെ ഒരു വലിയ അനുഗ്രഹമാണ്. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം നോക്കുക. റോമാലേഖനം 8-ാം അധ്യായത്തിൽ അവിടെയും ഒരു പ്രത്യാശയെ കുറിച്ച് നാം വായിക്കുന്നത്. 25-ാമത്തെ വാക്യം, ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു, എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. കാണാത്തതിനായിട്ടുള്ള പ്രത്യാശ, ഇളകാത്ത രാജ്യം, കാണാത്തതിനായിട്ടുള്ള പ്രത്യാശ ദൈവമക്കൾക്ക് എത്ര വലിയ ഒരു ഭാഗ്യമാണ്. പ്രിയ സഹോദരന്മാരെ, ദൈവമക്കളായിരിക്കുന്ന ഇവിടെ പുതുതായിട്ട് വന്നിരിക്കുന്ന പലരുണ്ട്. നാം പല രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ, ഈ രീതിയിലുള്ള ക്ലേശങ്ങളിലൂടെ, അപ്രതീക്ഷിതമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള അഡ്വേഴ്സിറ്റീസ്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ് നാം അതിനെ നേരിടുക? അവിടെ നമുക്ക് ഏത് രീതിയിൽ നമുക്ക് ആ കാര്യങ്ങളെ നമുക്ക് കാണുവാനും നമുക്ക് ഹാൻഡിൽ ചെയ്യാനും കഴിയും എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വളരെ ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഈ രീതിയിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആ ട്രയൽസ്, അത് നമ്മളെ കീറിക്കളയുവാനല്ല, നമ്മളെ നശിപ്പിക്കുവാനായിട്ടല്ല. ട്രയൽസ് ആൻഡ് അഡ്വേഴ്സിറ്റീസ് അത് ആർ നോട്ട് ടു ടേർ us apart, അത് or to destroy, പക്ഷെ നമ്മെ ബിൽഡ് ചെയ്യാൻ കഴിയും. ടു ബിൽഡ് us, ടു empower us, നമ്മളെ പണിയുവാനായിട്ടാണ്, നമ്മെ ബലപ്പെടുത്തുവാനായിട്ടാണ്.
നമുക്ക് നാം എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമാണ്. ഒരു സൂര്യന്റെ പ്രകാശം അത് കളിമണ്ണിലാണ്, കളിമണ്ണിലേക്ക് കുഴച്ചു വെച്ചിരിക്കുന്ന കളിമണ്ണിലേക്ക് സൂര്യന്റെ പ്രകാശം അടിച്ചാൽ ആ കളിമണ്ണ് അത് കട്ടിയാവും, അത് കൂടുതൽ കൂടുതൽ കട്ടിയാവും. എന്നാൽ ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന ഒരു വെണ്ണ വെയിലത്ത് വെച്ചാൽ ആ വെണ്ണ കൂടുതൽ കൂടുതൽ മാർദ്ദവമുള്ളതായിരിക്കും, അത് ഉരുകും. നമ്മെ സംബന്ധിച്ച് ഒരു ക്ലേശങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചിലര് ദൈവത്തെ ചോദ്യം ചെയ്ത് അവരുടെ ഹൃദയം കട്ടിയായി പോകുന്നത് കാണാം. എന്തുകൊണ്ട്? എനിക്ക് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്? ഞങ്ങൾക്ക് വന്ന് ഞങ്ങൾ ഈ പ്രയാസത്തിലൂടെ ആ വളരെ ക്ലേശകരമായ സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു. എന്നാൽ ആ ചോദ്യങ്ങളുടെ മധ്യത്തിൽ ദൈവം ഞങ്ങൾക്ക് നൽകിയ ഉത്തരം ഇതാണ്: ഈ ചോദ്യങ്ങൾക്കൊട്ടും ഈ ഭൂമിയിൽ നിനക്ക് ഉത്തരം ലഭിക്കുകയില്ല എന്നുള്ളതായിരുന്നു ഉത്തരം. നമ്മുടെ പല ചോദ്യങ്ങൾക്കും നമുക്ക് ഭൂമിയിൽ ഉത്തരം ലഭിക്കുകയില്ല. നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം നമുക്ക് ഉത്തരം ലഭിക്കുന്നത് അവിടെ കർത്താവിന്റെ സന്നിധിയിൽ നാം ചേരുമ്പോൾ മാത്രമാണ്. നമുക്ക് ഈ കാര്യങ്ങൾ, ഈ യൂണിയായിട്ടുള്ള ചെറിയ മനുഷ്യരായ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ടാണ് നമുക്കറിയില്ല. കർത്താവേ, എന്നാൽ എനിക്ക് ഒരു കാര്യം അറിയാം, അങ്ങ് എന്റെ പിതാവാണ്, അങ്ങ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു, അങ്ങ് എന്റെ കരങ്ങളിൽ പിടിച്ചിട്ടുണ്ട്, അതെനിക്കറിയാം. അതുകൊണ്ട് എന്റെ ഭാവി എന്താണ്, എന്തുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് അറിയില്ലെങ്കിലും എന്നെ അറിയുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവിനെ എനിക്കറിയാം എന്നുള്ളത് കൊണ്ട് എന്റെ ജീവിതം ഒരു ദൈവമകൻ എന്നുള്ള നിലയിൽ, ഒരു ദൈവമകൾ എന്നുള്ള നിലയിൽ എന്റെ ജീവിതം ഭദ്രമാണ്. അതിലൊരു ആങ്കറുണ്ട്, അതിലൊരു നങ്കൂരമുണ്ട്. അത് ക്രിസ്തുവിൽ ഉള്ള ഒരു നങ്കൂരമാണ്. നമുക്ക് പ്രിയ സഹോദരന്മാരെ, ഈ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ട്രയൽസ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനോടുള്ള ഒരു റൈറ്റ് റെസ്പോൺസ്, ഒരു ശരിയായ പ്രതികരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമുക്ക് അറിയാവുന്ന ഒരു വാക്യമാണ്, മൈക്കുള്ള ആരെങ്കിലും സഹോദരങ്ങൾക്ക് ചില വാക്യങ്ങൾ എടുത്ത് വായിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ പെട്ടെന്ന് വായിക്കാം. യെരമ്യാവ് ഇത് ഞാൻ വായിക്കാം. യെരമ്യാവ് 29:11 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. യെരമ്യാവ് 29:11. നമുക്ക് വരുന്ന പ്രയാസങ്ങളൊക്കെ വരുമ്പോ നമ്മൾ ചിന്തിക്കുന്നത് ദൈവം നമ്മെ തള്ളിക്കളഞ്ഞോ? അങ്ങനെയല്ല. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്ക് അത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. നമുക്ക് കർത്താവ് പറയുന്നത് നമുക്ക് വിശ്വസിക്കണം. കർത്താവ് എനിക്ക് അറിയില്ല, എന്നാൽ എന്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന ഈ ഒരു കാര്യം, ഈ ഒരു ട്രയൽ അതെന്റെ തിന്മയ്ക്ക് വേണ്ടിയല്ല എന്ന് ഞാൻ അത് വിശ്വസിക്കണം. എനിക്ക് എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, എനിക്ക് ഒരു ശുഭഭാവിക്ക് വേണ്ടിയാണ്. എനിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്നാൽ അങ്ങനെ വചനം ഞാനെങ്കിൽ ആ രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നു. സങ്കീർത്തനം 66 നിന്നുള്ള ചില വാക്യങ്ങൾ, അതും നാം പലപ്പോഴും വായിക്കുന്ന ചില വാക്യങ്ങളാണ്. സങ്കീർത്തനം 66 അവിടെ ഒരു പലതരത്തിലുള്ള ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവമകനെ കുറിച്ച് അവിടെ നാം വായിക്കുന്നു. അവിടെ 10 മുതലുള്ള വാക്യങ്ങൾ, 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ നോക്കുക, ഇവിടെ പറയുന്നത് ദൈവമേ അങ്ങ് ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കുക പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. അപ്പോ ദൈവം നമ്മെ പരിശോധിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ ഊതിക്കഴിക്കുന്നു. അപ്പോ അങ്ങനെ ഊതിക്കഴിക്കുമ്പോ, നമ്മളെ പരിശോധിക്കുമ്പോ, നമ്മളെപ്പോഴും ഇവിടെ കേട്ടിട്ടുണ്ട് ചില വെള്ളി ഈ രീതിയിൽ ഊതിക്കഴിക്കുന്ന ഒരു കൊല്ലന്റെ അടുത്ത് പോയി നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് കാണുവാനായിട്ട് താല്പര്യത്തോടു കൂടെ പോയ ചില സഹോദരിമാരെ കുറിച്ചുള്ള ഒരു കഥ നാം കേട്ടിട്ടുണ്ടല്ലോ. അവിടെ ചെന്ന് അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിയപ്പോ അതിനെ ഊതുകയാണ്, തീ കൂട്ടുന്നു. ആ വെള്ളി അവിടെ അത് ഒരുങ്ങുന്നു, വീണ്ടും അദ്ദേഹം അതിനെ വീണ്ടും തീ കൂട്ടുന്നു, വീണ്ടും പല പ്രക്രിയകൾ അദ്ദേഹം ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് നിങ്ങൾ എപ്പോഴാണ് ഇത് നിർത്തുക, ഈ തീ എപ്പോഴാണ് നിർത്തുക എന്ന് ചോദിച്ചപ്പോൾ ആ കൊല്ലൻ പറഞ്ഞത്, ആ ചെയ്യുന്ന ആള് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, നാം ഇവിടെ കേട്ടിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നോക്കുമ്പോ എനിക്ക് എന്റെ മുഖം അതിൽ പ്രതിഫലിക്കുമ്പോ എനിക്കറിയാം
അതിലെ അഴുക്കെല്ലാം പോയി അതിനെ ശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞ് ഞാൻ അപ്പോഴാണ് അതിന്റെ തീ നിർത്തുക എന്ന് പറഞ്ഞ അത് നാം കേട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മെ ഊതി കഴിക്കുന്നു, നമ്മെ ശോധന ചെയ്യുന്നു, നമ്മെ പല പരിശോധിക്കുന്നു, പല സാഹചര്യങ്ങളിലൂടെ കടത്തിവിട്ടിട്ട് അവിടെ പറയുന്നത് വലയിൽ അകപ്പെടുത്തി. നമുക്ക് ഒട്ടും നാം ആകെ കുരുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ, വലയിൽ അകപ്പെടുത്തി. ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. ആളുകൾ പലപ്പോഴും നമ്മെ മനസ്സിലാക്കാത്ത രീതിയിൽ, നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പെരുമാറുന്നു. അവിടെ പറയുന്നത് മനുഷ്യര് ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. നീ ഞങ്ങളെ തീയിലും വെള്ളത്തിലും കൂടി കിടക്കേണ്ടി വന്നു, തീയിലും വെള്ളത്തിലും കൂടെ. എന്നാലും എന്നിട്ട് അവസാനം പറയുന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. നാം നേരത്തെ കേട്ടിട്ടുണ്ട് ഈ സമൃദ്ധി എന്ന് പറയുന്നത് സങ്കീർത്തനം 23 എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു എന്ന് പറയുന്ന ആ നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവത്തെ കുറിച്ചാണ് ഇവിടെ റവായ എന്ന് പറയുന്ന ഒരു എബ്രായ പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. റവായ, ഒരു സമൃദ്ധി, നിറഞ്ഞു കവിയുന്ന അവസ്ഥ, ആ ഒരു ജീവനിലേക്ക് നീ ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോ നമുക്ക് ഈ പ്രയാസങ്ങളും ട്രയൽസിലും കൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നില്ല. എന്നാൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു പണി അവിടുന്ന് ചെയ്യുകയാണ്. തിന്മയ്ക്കായിട്ടല്ല, അത് ആത്യന്തികമായിട്ട് നന്മയ്ക്കായിട്ടാണ്. ഒരു റവായയിലേക്ക്, ഒരു നിറഞ്ഞു കവിയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് കർത്താവ് കൊണ്ടുവരുന്നത്. അങ്ങനെയെങ്കിൽ ദൈവമക്കളായ നമുക്ക്, ഇളകാത്ത രാജ്യത്തിന് വേണ്ടി നോക്കുന്ന നമുക്ക് ആ കാണാത്ത പ്രത്യാശയ്ക്കായിട്ട് നോക്കുന്ന ദൈവമക്കൾക്ക് ഇതിന്റെ മധ്യത്തിൽ നമുക്ക് തളർന്നു പോകാതെ നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നമ്മള് റോമാലേഖനം 5-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് ചില വാക്യങ്ങൾ നോക്കാം. റോമാലേഖനം 5-ാം അധ്യായം, അവിടെയും ഈ ട്രയൽസിനെ കുറിച്ച് പറയുന്ന ചില വാക്യങ്ങൾ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശിതവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഈ ഒരു പ്രയോഗം നോക്കുക, നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അതിന്റെ ഇംഗ്ലീഷിൽ അവിടെ പറയുന്നത് but we also celebrate in our tribulations. ഇതെത്ര ഒരു വിരോധാഭാസമായ ഒരു പ്രസ്താവനയാണ്. ദൈവമക്കൾക്ക് മാത്രം ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യം. ട്രിബുലേഷൻസ് വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നിരാശപ്പെട്ട് തളർന്നു പോകുന്ന ലോകമനുഷ്യരുടെ മധ്യത്തിൽ ഇതാ ഒരു ട്രിബുലേഷൻ വരുമ്പോ ഒരു ദൈവമകന്, ദൈവമകൾക്ക്, കർത്താവിന്റെ കുഞ്ഞുങ്ങൾക്ക് അവർ പാട്ട് പാടുമെന്ന് പാട്ടുകാരൻ പറയുന്നത് പോലെ they can celebrate in our tribulation. അവിടെ മലയാളത്തിൽ അത്രയും പ്രശംസിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. 5-ാമത്തെ വാക്യം, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നത്. അവിടുന്ന് നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്ന ദൈവസ്നേഹത്തിന്റെ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ നൽകി. ദൈവമകനാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്റെ മകനെ, എന്റെ മകളെ. നീ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും നിനക്ക് നിന്റെ കഷ്ടതയും നിന്റെ ശോധനയുടെ മധ്യത്തിൽ നീ തളരേണ്ട. നിന്റെ കഷ്ടതയിലും നിനക്ക് പ്രശംസിക്കുവാനായിട്ട് കഴിയും. നിനക്ക് നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരേണ്ട ആവശ്യമില്ല. നീ നിരാശപ്പെട്ടു പോകേണ്ട. നീ എന്റെ മകനാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അത് മാത്രമല്ല, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ്, അതറിഞ്ഞ് ഞാൻ എന്റെ കഷ്ടതയിൽ പ്രശംസിക്കുന്നു. നമുക്ക് ഈ രീതിയിൽ കഷ്ടതയിലൂടെ, പല രീതിയിലുള്ള ശോധനകളിലൂടെ ദൈവം നാം കടന്നു പോകാനായിട്ട് ദൈവം അനുവദിക്കുന്നത് നമുക്കറിയാം. നമുക്ക് ദൈവത്തെ കൂടുതൽ അറിയുവാനായിട്ട് ഉള്ള ഒരു അവസരമാണ്. നമ്മുടെ ശോധനയുടെ മധ്യത്തിലാണ് കർത്താവ് നമ്മുടെ ഏറ്റവും അടുത്തുള്ള പല സാഹചര്യങ്ങളുടെ മധ്യത്തിലും നാം കേട്ടിട്ടുണ്ട്. ഒരു ബീച്ചിലൂടെ ഒരു വ്യക്തി നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ കണ്ടതാണ്. താൻ നോക്കുമ്പോൾ തന്റെ ജീവിതത്തിന്റെ ആ യാത്ര
ആ ജീവിതത്തിന്റെ യാത്ര ഒരു ബീച്ചിലെ കാൽപ്പാടുകൾ പോലെ അദ്ദേഹത്തിന് തോന്നി. നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന് യേശുവിന്റെ കാൽപ്പാടുകൾ കണ്ടു. ജീവിതത്തിന്റെ ഘട്ടങ്ങളിലെല്ലാം തന്നോടൊപ്പം നടക്കുന്ന യേശുവിന്റെ കാൽപ്പാടുകൾ അദ്ദേഹം കണ്ടു. തന്നോടൊപ്പം അതാ യേശുവുണ്ട്. എന്നാൽ ജീവിതത്തിന്റെ ചില തീവ്രമായ അനുഭവങ്ങളിലൂടെ, ക്ലേശങ്ങളിലൂടെ, ട്രയൽസിലൂടെ, വളരെ ബുദ്ധിമുട്ടിലൂടെ, ഈ അഗ്നിശോധനയിലൂടെ, നമ്മൾ 1 പത്രോസ് 4 അധ്യായത്തിൽ വായിക്കുന്ന പോലെയുള്ള അഗ്നിശോധനയിലൂടെ കടന്നുപോയപ്പോൾ, നമ്മുടെ ചില പ്രിയപ്പെട്ടവരും അങ്ങനെയുള്ള അഗ്നിശോധനയിലൂടെ കടന്നു പോകുന്നവരാണ്. അങ്ങനെ കടന്നുപോയപ്പോ അദ്ദേഹം നോക്കിയപ്പോ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ താൻ ഇപ്പൊ ഒരു കാലുകളെ ഉള്ളൂ, തന്റെ കാലുകൾ മാത്രമേ കാണുന്നുള്ളൂ. അദ്ദേഹം ഉറക്കത്തിൽ ചോദിച്ചു, ദൈവമേ, ഇതെന്താണ്? ഇതുവരെ എന്റെ ജീവിതത്തിൽ എന്നോടൊപ്പം അങ്ങുണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഞാൻ ഈ അഗ്നിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങ് എവിടെ പോയി? അങ്ങയുടെ പാദങ്ങൾ കാണുന്നില്ലല്ലോ. അപ്പോ കർത്താവ് പറഞ്ഞു, മകനെ, ഈ സമയത്ത് നീ 2 കാലുകൾ കാണുന്നത് നിന്റെ കാലല്ല, നിന്റെ കാൽപാദമല്ല. ആ ബീച്ചിൽ കാണുന്ന 2 കാൽപാദങ്ങൾ അത് എന്റെ കാൽപാദമാണ്. നിന്നെ ഞാൻ എന്റെ കയ്യിൽ കോരിയിരിക്കുകയാണ്, നിന്നെ ഞാൻ എന്റെ കയ്യിൽ എടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിന്റെ കാൽപാദം താഴെ കാണാത്തത്. നീ എന്റെ ഉള്ളം കയ്യിലാണ്, ഞാൻ നിന്നെ വഹിച്ചിരിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, നമുക്ക് ഈ ഒരു ഉറപ്പ്, ഞാൻ ദൈവമകൻ, ദൈവമകൾ എന്ന നിലയിൽ ഞാൻ ഒരു അഗ്നിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ അത് കർത്താവ് അറിയാതെയല്ല. കർത്താവ് ആ സാഹചര്യത്തിലാണ് നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, ഏറ്റവും കൂടുതൽ കർത്താവിന്റെ സാമീപ്യം നമുക്ക് നൽകുന്നു, ഏറ്റവും കൂടുതൽ കർത്താവിന്റെ കരുതൽ നമുക്ക് നൽകുന്നു. നമ്മെ തന്റെ കാര്യങ്ങളിൽ വഹിച്ചുകൊണ്ട് കർത്താവ് നമ്മെ ആ സാഹചര്യത്തിൽ നമ്മെ പോറ്റുന്നു. അപ്പൊ നമുക്ക് കർത്താവിനെ ഏറ്റവും അടുത്തറിയുവാനായിട്ടുള്ള ചില സമയങ്ങളാണ് ഈ ശോധനയിലൂടെ നാം കടന്നു പോകും. നാം കർത്താവിനെ അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ എന്ന് നമ്മൾ 17-ാം അധ്യായത്തിന്റെ യോഹന്നാൻ 17-3 വാക്യത്തിൽ നാം വായിക്കുന്നത്. നാം ദാനിയേലിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, അവസാന നാളുകളിൽ ദൈവത്തെ അറിയുന്നവർ അവരെ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും എന്ന് നാം ദാനിയേൽ 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. നമുക്ക് ആ രീതിയിൽ പ്രിയ സഹോദരന്മാരെ, നമുക്ക് കടന്നു പോകുന്ന അഗ്നിശോധനയുടെ മധ്യത്തിൽ നമുക്ക് ആ സമയങ്ങൾ കർത്താവിന്റെ സ്നേഹത്തിൽ കൂടുതൽ നമുക്ക് ബലപ്പെടുവാൻ, കർത്താവിനെ കൂടുതൽ അറിയുവാൻ, കർത്താവിന്റെ കരുതലിനെയും കർത്താവിന്റെ സ്നേഹത്തെയും, നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളിൽ നമുക്ക് ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങളുടെ മധ്യത്തിലും സംശയിക്കാതെ കർത്താവിനെ കൂടുതൽ അറിയുവാൻ ഉള്ളൊരു മുഖാന്തരമാക്കി നമുക്ക് ആ സാഹചര്യങ്ങളാകട്ടെ. കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു പിതാവാണ് എന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ. നമ്മള് യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായം വളരെ മനോഹരമായ ചില പ്രവചനങ്ങളാണ്. യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നാം പലപ്പോഴും വായിക്കുന്ന ചില വാക്യങ്ങളാണ്. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിനെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിലൂടെയാണോ നീ കടന്നു പോകുന്നത്? നീ തീയിലൂടെയാണോ നീ കടന്നു പോകുന്നത്? നീ ഒരു അഗ്നിശോധനയിലൂടെയാണോ കടന്നു പോകുന്നത്? നീ എനിക്കുള്ളവനാണ്. ഞാനിപ്പോൾ നിന്നെ എന്റെ കരങ്ങളിൽ ഞാൻ എടുത്തിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവനാണ്, ഞാൻ നിന്നെ എന്റെ കരങ്ങളിൽ വഹിച്ചിരിക്കുന്നു. അതിന്റെ തൊട്ടടുത്ത വാക്യം പറയുന്നു, 2-ാമത്തെ വാക്യം, നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടെ നടന്നാൽ വെന്തു പോവുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഓ ദൈവമക്കളുടെ, ഓ ദൈവമകന്റെ, നീ എനിക്കുള്ളവനാണെന്ന് പറയുന്ന കർത്താവിന്റെ മക്കൾക്കുള്ള ഭാഗ്യം, ആ പ്രത്യാശ എത്ര വലുതാണ്. തീയിൽ കൂടെ നടന്നു പോകുമ്പോൾ വെന്തു പോകാത്ത, അഗ്നിജ്വാല നശിപ്പിക്കാത്ത, വെള്ളത്തിന് മുക്കിക്കളയാൻ കഴിയാത്ത എത്ര വലിയ അനുഗ്രഹീതമായ ഒരു ക്രിസ്തീയ ജീവിതം. പ്രിയ സഹോദരന്മാരെ, നമുക്ക് ഈ കർത്താവിൽ നമ്മുടെ ജീവിതം നമുക്ക് പരമേൽപ്പിക്കാം. ഈ കർത്താവിലുള്ള ആ ഒരു ആശ്രയവും ആ ഒരു ഉറപ്പും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമുക്ക് റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിച്ച് നമുക്ക് ഈ ഒരു ചിന്തകൾ നമുക്ക് അവസാനിപ്പിക്കാം. റോമാലേഖനം 8-ാം അധ്യായം, അത് ജയത്തിന്റെ
ഘോഷമുള്ള ഒരു അധ്യായമാണ്. നമ്മുടെ ജീവിതത്തിൽ ആത്മാവ് നമുക്ക് തുണ നിൽക്കുന്നതിനെ കുറിച്ചും നമ്മെ സഹായിക്കുന്നതിനെ കുറിച്ചും നാം എപ്പോഴും വായിക്കുന്ന റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ഉം 29-ഉം വാക്യങ്ങൾ നാം എപ്പോഴും വായിക്കുന്നതാണ്. നമുക്ക് വീണ്ടും അത് വായിക്കാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവത്തെ നാം അറിയുമ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നു, നമ്മെ കരുതുന്നു. നീ എനിക്കുള്ളവനാണെന്ന് പറയുന്നു, നമ്മെ കരങ്ങളിൽ വഹിക്കുന്നു. ആ ദൈവത്തെ അവിടുന്ന് നമ്മെ തന്റെ ജീവനെ നൽകി നമ്മെ വീണ്ടെടുത്തു. ആ ദൈവത്തെ നാം സ്നേഹിക്കുവാൻ നാം നേരത്തെ പറഞ്ഞതുപോലെ പാടിയതുപോലെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളെ തുറന്ന്, കർത്താവെ, എന്റെ ഈ ഒരു ജീവിതം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എനിക്ക് അങ്ങയെ സ്നേഹിക്കണം, അങ്ങയുടെ ഇഷ്ടം ചെയ്ത് എനിക്ക് ജീവിക്കണം. എന്റെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലൂടെ ഞാൻ കടന്നുപോയാൽ അങ്ങയെ സ്നേഹിച്ചും മാനിച്ചും എനിക്ക് ജീവിക്കണം. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് 28-ാമത്തെ വാക്യം, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. നമ്മുടെ ഉള്ളത്തിൽ ഈ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടാകട്ടെ. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തിരസ്കരിച്ചിരിക്കുന്നു. നമുക്ക് തന്റെ പുത്രന്റെ സ്വഭാവത്തോട് അനുരൂപരാകുന്നതിനായിട്ട് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന എല്ലാ ശോധനകളും, എല്ലാ സാഹചര്യങ്ങളും അത് ആത്യന്തികമായിട്ട് നന്മയ്ക്കാക്കി കർത്താവ് കൂടി വരുത്തുകയും നമ്മെ അവിടുന്ന് തന്റെ പുത്രന്റെ സ്വഭാവത്തോട് കൂടുതൽ അനുരൂപരാക്കുകയും റവായയുടെ അവസ്ഥയിലേക്ക്, ആ ഒരു നിറഞ്ഞു കവിയുന്ന ഒരു സമാധാനവും സ്വസ്ഥതയുമുള്ള, ആകുലമില്ലാത്ത, ദൈവത്തിലുള്ള ഒരു വിശ്രമമുള്ള ഒരു ജീവിതത്തിലേക്ക് അവിടുന്ന് നമ്മെ വിളിക്കുന്നു, നമ്മെ നയിക്കുന്നു. നാം ഈ വാക്യങ്ങൾ വായിച്ച് അതിനുശേഷമുള്ള റോമാലേഖനം 8-ാം അധ്യായത്തിലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. മുപ്പത്തിയഞ്ച് മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കും. ഈ രീതിയിലുള്ള ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ചുള്ള ഉറപ്പുള്ള ദൈവമക്കൾ, അവരെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുക്കുവാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നവർ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. എന്നിട്ട് പൗലോസ് പ്രകാരം വീണ്ടും പറയുന്നു, മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ, അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ഉയരത്തിനോ ആഴത്തിനോ, യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ പറയുന്നു എന്നല്ല പൗലോസ് പറയുന്നു, എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് ദൈവാത്മാവിനാൽ പ്രേരിതനായിട്ട് പറയുന്നത്. ഞാൻ ദൈവമകനാണെങ്കിൽ അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നു, ഞാൻ ആ കർത്താവിനെ സ്നേഹിക്കുന്നു, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവം ആത്യന്തികമായി നന്മയ്ക്കാക്കി അത് കൂടി വ്യാപരിക്കുന്നു. എന്നെ കർത്താവിന്റെ സ്വഭാവത്തിലേക്ക് അവിടുന്ന് അനുരൂപനാക്കുന്നു. അതുകൊണ്ട് ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ ആർക്കും കഴിയുകയില്ല, ഒരു സാഹചര്യത്തിലും കഴിയുകയില്ല. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ 4 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചാലും, നമുക്ക് ശബ്ദമുയർത്തി എല്ലാവരും, നമുക്ക് ചെറുപ്പക്കാരും മുതിർന്നവർക്കും ഒക്കെ ഈ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുക്കുവാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുമല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ, അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ വരുമാനമുള്ളതിനോ, ഉയരത്തിനോ ആഴത്തിനോ, മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു.
ഒരു പ്രാവശ്യം കൂടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുക്കുവാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നമുക്ക് നമ്മുടെ ഉള്ളത്തിൽ ഈ ഒരു ഉറപ്പ് പ്രിയ സഹോദരന്മാരെ ദൈവം നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് നൽകട്ടെ. ഇങ്ങനെയുള്ള ശോധനകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് ദൈവത്തെ കൂടുതൽ അറിയുക മാത്രമല്ല, ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് വർദ്ധിക്കുവാൻ, ആശ്രയം നിരാശയ്ക്ക് പകരം ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയം വർദ്ധിക്കുവാനായിട്ട്, ദൈവത്തിലുള്ള ഡിപ്പെൻഡൻസ് നമുക്ക് കൂടുവാനായിട്ട് ഇടയാക്കണം. നമുക്ക് ഈ ഒരു സാഹചര്യത്തിലാണ്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമുക്ക് കൂടുതൽ സഭയായിട്ടും വ്യക്തികളായിട്ടും നമുക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയും. നാം ഈ നാളുകളിൽ അതാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം. സദൃശവാക്യങ്ങൾ 8-ന്റെ 34-35 വാക്യങ്ങൾ. സദൃശവാക്യങ്ങൾ 8, 34, 35 വാക്യങ്ങളിൽ അവിടെ പറയുന്നത്, ദിവസം പ്രതി എന്റെ പടിവാതിൽക്കൽ ജാഗരിച്ചു, എന്നിട്ട് എന്റെ വാതിൽ കട്ടലക്കൽ കാത്തുകൊണ്ട് എന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവിടെ നോക്ക്, ദിവസം പ്രതി എന്റെ പടിവാതിൽക്കൽ ജാഗരിച്ച് എന്റെ വാതിൽ കട്ടലക്കൽ കാത്തുകൊണ്ട് എന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ. Blessed is the man who listens to me, watching daily at my gates. Daily എന്ന് മാത്രമല്ല, അനുനിമിഷം കർത്താവേ, ഞാൻ എത്ര നിസ്സാരനാണ്. ജീവിതത്തിൽ നാം ഇങ്ങനെയുള്ള ശോധനകളിലൂടെ അപ്രതീക്ഷിത സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഞാൻ നേരത്തെ ഞങ്ങളുടെ മകളുടെ കാര്യം പറയുകയുണ്ടായി. അന്ന് ആ ഫ്യൂണറൽ നടക്കുന്ന സമയത്ത് അന്ന് ദൈവം എന്നെ ഓർപ്പിച്ചത് ഇങ്ങനെയാണ്. ഞാൻ എന്റെ മകളുടെ ജീവിതത്തെ ഒരു പിതാവെന്ന നിലയിൽ അവൾക്ക് മാക്സിമം ട്രീറ്റ്മെന്റ് കൊടുക്കണം. അവളുടെ ജീവിതത്തെ എങ്ങനെയെങ്കിലും നിലനിർത്തണം. അതിനായിട്ട് എല്ലാ ശ്രമങ്ങൾക്കും ഒടുവിൽ ആ കുഞ്ഞ് ഞങ്ങളെ വിട്ട് കടന്നു പോകുന്നത് നിസ്സഹായതയോടെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി, ഇത് ഞാനൊരു എന്റെ കയ്യിൽ വെള്ളം ഇങ്ങനെ കോരുന്നു. വെള്ളം കോരി ആ വെള്ളം എന്റെ കയ്യിൽ പിടിച്ച് ഞാനിങ്ങനെ മുറുക്കി പിടിക്കാൻ ശ്രമിക്കുകയാണ്. മുറുക്കി പിടിക്കുന്തോറും എന്റെ വിരലുകൾക്കിടയിലൂടെ ആ വെള്ളം ഊർന്നു പോകും. നമ്മൾ എത്ര നിസ്സാരമാണ്. നമുക്ക് എന്താണ് മുറുകെ പിടിക്കുവാനായിട്ട് കഴിയുക? നമുക്കൊന്നും മുറുകെ പിടിക്കാനായിട്ട് കഴിയും. നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ, കർത്താവെ എനിക്കറിയില്ല, കർത്താവെ ഞാനൊരു നിസ്സാരനാണ്. ഈ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ അതിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നത് നമ്മളൊരു ആവി പോലെയാണ്. നമ്മൾ എത്ര നിസ്സാരരാണ് എന്ന് മനസ്സിലാവുന്ന ചില സാഹചര്യങ്ങളാണ്. നമ്മുടെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ട്രയൽസിലൂടെയൊക്കെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് മെഡിക്കൽ ശാസ്ത്രത്തിന് അല്ലെങ്കിൽ മനുഷ്യന്റെ കഴിവിന്റെയൊക്കെ പരിമിതി, നമ്മൾ എത്ര നിസ്സാരരാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ചില സാഹചര്യങ്ങൾ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവി. You are just a vapor that appears for a little while and then vanishes away. ജീവിതത്തിൽ ഈ രീതിയിലുള്ള സാഹചര്യങ്ങളിലൂടെ, അഡ്വേഴ്സിറ്റീസിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ദൈവം എത്ര വലിയവനാണ്, നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു, ദൈവത്തിന്റെ സ്നേഹത്തിലുള്ള സുരക്ഷിതത്വം നമുക്ക് കണ്ടെത്തുന്നതോടൊപ്പം കർത്താവേ ഞാൻ എത്ര നിസ്സാരനാണ്, ഞാനൊരു പൊടിയാണ്, ഞാനൊരു മാഞ്ഞു പോകുന്ന ആവിയാണ് എന്നുള്ളൊരു ബോധ്യത്തോടെ നമ്മെ തന്നെ വിനയപ്പെടുത്തുവാനും നമ്മെ തന്നെ ദൈവവും മുമ്പാകെ താഴ്ത്തുവാനും ഉള്ള ഒരു അവസരവും കൂടെ. കർത്താവെ ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു, ഞാൻ എന്നെ തന്നെ വിനയപ്പെടുത്തുന്നു. എന്റെ ഈ ഒന്നുമില്ലായ്മയുടെ മധ്യത്തിൽ, ആ ബോധ്യത്തിൽ ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. ദിവസം പടി കർത്താവെ, നിമിഷം പ്രതി അങ്ങയിൽ ഞാൻ ചാരുന്നു. അങ്ങയുടെ അടുക്കിലേക്ക് ഞാൻ വരുന്നു കർത്താവെ. അങ്ങില്ലാതെ എനിക്ക് മുമ്പോട്ട് ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല. അങ്ങനെ സഹായിച്ചല്ലാതെ എനിക്ക് പറ്റുകയില്ല.
ഉറച്ചു നിൽവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അഭയാചനയും കഴിച്ച കർത്താവെ, അങ്ങയുടെ കാൽച്ചുവടുകളെ പിൻപറ്റിക്കൊണ്ട് എന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ, എന്റെ ആത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളുടെ മധ്യത്തിൽ കർത്താവെ, ഞാൻ എന്റെ കണ്ണുകളെ സഹായം തരുന്ന പർവ്വതത്തിലേക്ക് ഞാൻ ഉയർത്തുന്നു. അങ്ങ് എനിക്ക് മതിയായവനാണ്. അങ്ങ് മാത്രമാണ് എന്റെ ആശ്രയം. അങ്ങ് ഇല്ലാതെ എനിക്ക് പറ്റുകയില്ല. അങ്ങനെ സഹായിക്കണം, എന്നെ ശക്തീകരിക്കണം എന്നുള്ള കർത്താവിനോടുള്ള ചോദിക്കുക. ആസ്ക്, സീക്ക്, നോക്ക്. നമുക്ക് തുടർമാനമായിട്ട് കർത്താവിനോട് ചോദിക്കുക, അന്വേഷിക്കുക, മുട്ടിക്കൊണ്ടിരിക്കുക. കർത്താവെ, എന്നെ സഹായിക്കണമേ എന്നുള്ള ആ വിധവയുടെ മനോഭാവത്തോടു കൂടി കർത്താവെ, എന്റെ ഞെരുക്കത്തിൽ നമുക്ക് ആ രീതിയിലുള്ള ഒരു അന്വേഷണം നമുക്ക് ഈ സാഹചര്യങ്ങൾ നമുക്ക് നൽകട്ടെ. നമുക്ക് ആ രീതിയിൽ നമുക്ക് ദൈവവും ഭാഗ്യം നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ അഡ്വേഴ്സിറ്റീസിന്റെ മധ്യത്തിൽ നമുക്ക് ഓർക്കാം, അത് ദൈവം നമ്മുടെ തിന്മയ്ക്കായിട്ടല്ല, ദൈവം ആത്മീകമായിട്ടുള്ള നന്മയ്ക്കായിട്ടാണ് ദൈവം അതെല്ലാം ചെയ്യുന്നത്. അതിന്റെ മധ്യത്തിലും നമ്മെ കരുതുന്ന ഒരു ദൈവസ്നേഹത്തെ നമുക്ക് കാണാം. ഞാൻ ദൈവത്തിന്റെ മകനാണ് എന്നുള്ള ഒരു ഭാഗ്യ അവസ്ഥ അത് നമ്മുടെ ഉള്ളത്തിൽ ഒരു സന്തോഷവും സമാധാനവും നമ്മുടെ മധ്യത്തിൽ നിറയ്ക്കട്ടെ. നാം അനാഥരല്ല, നാം അവകാശികളാണ്, നാം കർത്താവിന്റെ മക്കളാണ് എന്നുള്ളൊരു ബോധ്യം ഉറപ്പും ഹൃദയത്തിൽ ഉണ്ടാവട്ടെ. ഇതിന്റെ മധ്യത്തിൽ നാം തളരാതെ നമുക്ക് ദൈവത്തിൽ ചാരിക്കൊണ്ടു നിൽക്കാം. അത് മാത്രമല്ല, നമുക്ക് നാം എത്ര നിസ്സാരരാണ് എന്നുള്ള ഒരു ബോധ്യത്തിൽ നമുക്ക് ചെറുതാവുകയും നമുക്ക് ദൈവത്തിൽ ഡിപെൻഡ് ചെയ്യുകയും ചെയ്യും, ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യും. ദൈവം നമ്മെ, പ്രിയ സഹോദരന്മാരെ, നമ്മെ എല്ലാവരെയും ദൈവം ബലപ്പെടുത്തട്ടെ. ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ബലപ്പെടുത്തുകയും ഉറപ്പിക്കുകയും ചെയ്യട്ടെ.